നടുമുറ്റക്കോലായിലൂടെ ശിവയെ വിളിച്ച് നടക്കുമ്പോഴാണ് അവളെ ആരോ റൂമിലേക്ക് കൈപിടിച്ച് വലിച്ചത്. കൃത്യം നടിച്ചൊന്ന് കട്ടിയിലിടിച്ചു. അവൾ മലർന്നടിച്ച് ബെഡിലേക്ക് വീണു. അമ്മേ, നിനക്ക് ഇത്ര ശക്തിയുണ്ട് ശിവ! വേദന കൊണ്ട് നെളിപിരി കൊള്ളുന്നതിനിടെ വാതിലടിയുന്ന ശബ്ദം അവളുടെ കാതുകളിൽ പതിയുന്നത് അവൾ അറിഞ്ഞെങ്കിലും ശിവയാവുമെന്ന് വിചാരിച്ച് അവൾ ഗൗനിച്ചതേയില്ല. വേദന മാറിയിട്ടും ശിവയുടെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ഗൗരി കട്ടിൽ നിന്നും പതിയെ എണീച്ചു. മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടികൾ പിറകിലേക്ക് ഒതുക്കി ശിവാന്ന് വിളിച്ചെണീച്ച ഗൗരി തനിക്ക് മുന്നിലിരിക്കുന്ന ആളെ കണ്ട് കാഴ്ച മങ്ങി. തൊണ്ടിൽ വെള്ളം വറ്റി ആകെ വീർത്തൊലിച്ച് പേടിച്ചു വിറിച്ചു. ദേവ് മുന്നിലെ കസേരയിലിരുന്നു അവളെ തന്നെ വീക്ഷിച്ചിരിക്കുകയാണ് അവൻ. ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ ഗന്ധം മുറി മുഴുവൻ പരന്നിരിക്കുന്നു. പാറുമ്മ ടാവെന്ന് പറഞ്ഞ് ഇതിനായിരുന്നു ദേവി. അമ്മേ, എനിക്ക് പേടിയാവുന്നു. ജാങ്കു, നീ അറിഞ്ഞു? ഞാനിപ്പോ ശരിക്കും പെട്ടു. ദേവി, ഇങ്ങനെന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി പേടിപ്പിച്ച് കൊല്ലാൻ കൊണ്ടുവന്നതാവോ? എന്തിനെന്നെ വലിച്ച് റൂമിൽ കയറ്റിയത്? തൻ്റെ പേടിച്ചരണ്ട തിരുമോന്ത കണ്ടിട്ടും യാതൊരു ദയം കാണിക്കാതെ നോക്കി പേടിപ്പിക്കുന്ന ദേവിനെ നോക്കി ഗൗരി ചൂടായി. അവനാണെങ്കിൽ താലി കെട്ടിയ പെണ്ണിൻ്റെ ഹണ്ടിപ്പോയ അണ്ണാൻ്റെ ഭാവം ആസ്വദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഒന്നല്ലെങ്കിൽ അവളൊരു പെണ്ണല്ലേ? നാണ്ടോടോ നിനക്ക്? ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി വന്ന പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ താൻ പെരുമാറുന്നത്? ഷേ, നാണക്കേട്! ഇതൊക്കെ നാട്ടിലറിഞ്ഞ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവോ? ഡോ, തന്നോടാണ് ചോദിച്ചത്. ഓരോ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു. ആ ഫ്ലോ അങ്ങ് പോക്കിയപ്പോ ദേവിന് ദേഷ്യം വന്നു. നിന്റെ കുഞ്ഞമ്മനെ കെട്ടിക്കോന്ന് ചോദിക്കാൻ വേണ്ടിയാണടി ഞാനിവിടെ പൂട്ടിട്ടത്. അല്ല പിന്നെ എനിക്ക് കുഞ്ഞമ്മയായി പിറക്കാത്ത കുഞ്ഞമ്മയായി ഞാൻ എങ്ങനെ കെട്ടിച്ചു തരാനാ കണ്ണേട്ടാ? എന്റെ പിറക്കാത്ത കുഞ്ഞമ്മനേക്കാളും നല്ലൊരു കുട്ടിയെ ഏട്ടനെ കിട്ടുട്ടോ. ഇപ്പൊ ആ വാതിലൊന്ന് തുറന്നു തരുമോ? വെരി താമയോടെ ഗൗരി വീരപ്പനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ തുറക്കൂല മോളെ, നമ്മൾക്കൊന്ന് റൊമാൻസ് അടിച്ച് കളറാക്കിയാലോ? ദേ, ഈ പിള്ളേരൊക്കെ അതിന് കാത്തു നിൽക്കാണ്. കാട്ടുപോത്തിന് റൊമാൻറ്റിക്കാം തൽക്കാലം ഞാനില്ല. പറ്റിയ സ്ഥാനം. അവൾ ഫീലിങ്സ് പുച്ഛത്തോടെ അവനെ നോക്കി കൊഞ്ഞനും കുത്തി. സത്യം പറഞ്ഞു, നീ കക്കാൻ കയറിയതില്ല ഇങ്ങോട്ട്. ദേവ് കസേരയിൽ നിന്ന് എണീച്ച് അവളുടെ നേരെ നിന്നു. പിന്നെ ശിവനെ ഉള്ളാക്കിയിട്ട് വിളിച്ചിട്ടല്ലേ കക്കല്? ഒന്ന് പോയത്. ആരെങ്കിലും കാണൂ, ഞാൻ പൊക്കോട്ടെ. അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് ദയനീയതോടെ നോക്കി. നിനക്കെന്നെ പേടിയില്ല. ഞാനിതിന് നിങ്ങളെന്തിനെ പേടിക്കണം? ഒന്നെങ്കിൽ ശത്രു ആവണം, അല്ലെങ്കിൽ... അതും പറഞ്ഞ് ഗൗരി ഒന്ന് നിർത്തി. അല്ലെങ്കിൽ? ദേവ് ചോദ്യഭാവത്തോടെ അവളെന്ന് നോക്കി. ഒന്നും പറഞ്ഞില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, പിന്നെ ഞാനെന്തിന് നിങ്ങളെ പേടിക്കണമെന്ന്? അത് നീ പറഞ്ഞ ശരിയാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ പൊണ്ടാട്ടി? അവളെ നീ കണ്ടതല്ലേ? ഞാനിപ്പോൾ എന്തിനാണ് നിങ്ങളെ പെണ്ണിനെ നോക്കുന്നത്? അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമല്ലേ? അത് പറയുമ്പോൾ ഗൗരിയുടെ ഉള്ളകം നോവിൻ്റെ സുഖത്തിലായിരുന്നെങ്കിലും അവൾ അത് മുഖത്ത് കാട്ടിയില്ല. നീ തന്നെയാണ് പറയേണ്ടത്. നീ എൻ്റെ കെട്ടിയവളല്ലേ പേരിന്, അപ്പൊ നീ തന്നെ പറയണം എന്നാണ് എൻ്റെ നിലപാട്. അതിന് മറുപടി ഒന്നും പറയാതെ ഗൗരി താഴേക്ക് നോക്കി നിന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോള്, മധുരക്കരമ്പിൽ മാധുര്യം തുളുമ്പുന്ന സൗന്ദര്യം, പൂത്ത കാശ്, ഇതൊക്കെ കാണുമ്പോൾ ആരാടി എടുത്തോണ്ട് പോരാണ്ടിരിക്കാം? ഗൗരിയുടെ കണ്ണുകൾ എന്തിനാണെന്നറിയാതെ നിറഞ്ഞു വരികയാണ്. പ്ലീസ് എന്നെ വിട്, എനിക്ക് പോകണം. നിറഞ്ഞു വന്ന കവിൾ തുടച്ചുകൊണ്ട് അവൾ കുറച്ച് ദേഷ്യത്തോട് അവനോട് പറഞ്ഞു. നിന്നെ ഇങ്ങനെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നറിയോ? അതെന്റെ ബുള്ളറ്റ് ചാണകത്തിൽ കുളിപ്പിച്ച പോലെ നിന്നൊന്നതിലെ മുഖ്യത്താറ്റി കൊല്ലാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിന്നോട്. ഒരു ചരട് കെട്ടിയ ബന്ധം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. അതിന്റെ പേരിലേ ഇനി നീ ഇല്ലത്തേക്ക് വന്ന ആ കാല് ഞാൻ വെട്ടും. ദേവളോട് ഉച്ചത്തിൽ ആക്രോശിച്ചു. വഴക്കുമൂത്ത അവസാനം ചരടിൽ ചെന്ന് ചാടിയപ്പോൾ ഗൗരിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. നിങ്ങളുടെ ചരട് ഇത് നിങ്ങളെ തന്നെ അയച്ചു മാറ്റ്. എന്നാലെങ്കിലും നിങ്ങൾക്ക് മോചനം കിട്ടിയാലോ? ഈ ചരട് ഇവിടെ ഉണ്ടെങ്കിലല്ലേ എൻ്റെ പേരിന് കൂടെ നിങ്ങളുടെ പേര് ഇത് ചേർക്കാൻ പാടുള്ളൂ. ഞാനിത് അയക്കഴിഞ്ഞിട്ട് ദേവിന് ഭയം വേണ്ട. എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റും. അന്ന് എല്ലാം അവസാനിപ്പിച്ച് പോയാൽ മതിയായിരുന്നു. ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ഹൃദയം നിങ്ങൾക്കായി കാത്തിരുന്നത്. നിങ്ങൾ കവിതകളെ പ്രണയിക്കുന്നതിനപ്പുറം ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓരോ മഴയിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളിൽ നിലാവിനെ കൂട്ടുപിടിച്ച് ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ ഗന്ധർവൻ നിങ്ങളുടെ ഛായയായിരുന്നു. അതൊരു അടുക്കി പിടിച്ച മേനീർ കവലിലൂടെ ചാലിട്ടൊഴുകുന്നത് അവൾ അറിഞ്ഞെങ്കിലും എന്നത്തെയും പോലെ അതിനെ പിടിച്ചു നിർത്താൻ അവൾ ശ്രമിച്ചതേയില്ല. വേദന ഉണ്ടാക്കി തന്നവൻ എൻ്റെ കണ്ണീര് കണ്ടിട്ടെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. അതുവരെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ആ മഞ്ഞച്ചരട് വസ്ത്രത്തിനുള്ളിൽ നിന്നും ഗൗരി വരയിലിട്ടതും ദേവൊന്ന് പതറിപ്പോയി.
തികച്ചും ശാന്തനായിക്കൊണ്ട് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. തിളക്കം കൂടിയിരിക്കുന്നു, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിലെവിടെയോ ഒരു മുള്ള കൊളുത്തി വലിക്കും പോലെ അവന് തോന്നി. അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. നോക്ക് ഗൗരി, എനിക്ക് നിന്നെന്നല്ല ഒരു പെണ്ണിനെയും സ്നേഹിക്കാനാവില്ല. അവന്തികയിൽ നിന്നും എനിക്കൊരു മോചനം ഇതുവരെ ലഭിച്ചിട്ടില്ല. അവളുടെ ഓർമ്മകളിലൂടെ ജീവിക്കുകയാണ് ഞാനിപ്പോൾ. അവൻ അവളിൽ നിന്നും നോട്ടം തെറ്റിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. ഇനിയും അവളെ തന്നെ നോക്കി നിന്നാൽ ഒരുപക്ഷെ തനിക്ക് കൺട്രോൾ പോവും. എല്ലാ സത്യങ്ങളും ആ നിമിഷത്തിൽ വിളിച്ചു പറഞ്ഞാൽ തീർന്നു എല്ലാതും. അവനാകെ ധർമ്മസങ്കടത്തിലായി. അടച്ചുവെച്ച വാതിൽ തുറന്നുകൊണ്ട് അവൻ കസേരയിൽ ചാഞ്ഞിരുന്നു. കത്തിയെറിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് വീണ്ടും വായിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, കടക്ക് പുറത്ത്. ഇനി ദേവിന്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത്. എന്നാൽ ഗൗരി അവന്റെ വാക്കുകൾ കേട്ട് സ്വയം ക്ഷമിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു. പോയേക്കാം, എല്ലാം ഇട്ട് പോയേക്കാം. പക്ഷെ എൻ്റെ പ്രണയം അത് മാത്രം 10 മടങ്ങ് ശക്തിയിൽ എല്ലാ കാലത്തും കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കും. പുഞ്ചിരിച്ച് അവനോടത് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ലാതെ ദേവിരുന്നു. പതിയെ ദേവിന് നേരെ ഇരുന്നു. അവൻ്റെ നെറ്റിയിൽ തൻ്റെ അതരങ്ങൾ പതിപ്പിക്കുമ്പോൾ ഗൗരിയുടെ ഉള്ളിൽ അവരോടുള്ള പ്രണയം കത്തിയാളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരിയുടെ മത്ത് പിടിപ്പിക്കുന്ന പെൺഗന്ധം ഒരു ശ്വാസത്തിനപ്പുറം വന്നു നിൽക്കുന്നത് അവൻ അറിഞ്ഞു. തിരിച്ചു ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ദേവ് മൗനം കൈവിടാതെ നിശ്ചലമായിരുന്നു. അവനുള്ളിലും ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ സമയം ചില നീറുന്ന ഓർമ്മകൾ വീണ്ടും അവൻ്റെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ടിരുന്നു. ഗൗരി അവനെ വിട്ടു പോകുമ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് തേങ്ങി. നിന്നോട് പറഞ്ഞത് പച്ചക്കള്ളമാണ് ഗൗരി. അവന്തിക എന്നത് എനിക്കൊരു സ്വപ്നം മാത്രമാണ്. അവിടെ നിന്നും പോകുന്നത് മുതൽ ഞാൻ അവളെപ്പറ്റി ചിന്തിക്കാറില്ല. അവളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുവോ അപ്പോഴേക്ക് നിന്റെ ചിരിക്കുന്ന മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്രത്തോളം നീ എന്നുള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നീ ഞങ്ങളെ വിട്ടു പോകുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അന്നേരം എൻ്റെ അമ്മയും അച്ഛനും കൂടുതൽ തളരും. എന്തിനാ ഞാൻ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത്? എന്നോട് ക്ഷമിക്കുക ഗൗരി. അവളുടെ ഉമിനീർ കണങ്ങൾ പറ്റിപ്പിടിച്ച് തൻ്റെ നെറ്റിയിൽ ദേവ് കൈവിരൽ കൊണ്ട് തഴകി. അവളുടെ ഗന്ധം ഇപ്പോഴും മുറിയിൽ തളം കെട്ടി നിൽക്കുന്ന പോലെ അവന് തോന്നി. അതേ വിരലുകൾ കൊണ്ട് അതരങ്ങൾ തലോടിയപ്പോൾ ഒരു കുളിർമഴ അവനിൽ പെയ്തു തുടങ്ങിയിരുന്നു. വെറുതെ വിട്ടത് ശരിയാവില്ല. കുറച്ചുകൂടെ സെൻറ്റി അടിച്ചിരുന്നാൽ ചുണ്ടിലൊരെണ്ണം കിട്ടിയേനെ. വരട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. ആദ്യമായി അവളുടെ ചുടിച്ചൊമ്പനും ഏറ്റുവാങ്ങിയ ആ നല്ല നിമിഷത്തെ ഓർത്തുകൊണ്ട് അവൻ കിടന്നു. അപ്പോഴും അവൻ്റെ മുഖത്തെ മാഞ്ഞിരുന്നില്ല. ദേവിൻ്റെ അടുത്തുനിന്ന് പോരുമ്പോൾ ഗൗരിയും നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം ആ പെണ്ണ് ദേവിൻ്റെ കാമുകിയല്ല, ഇനി ഇളക്കാൻ വേണ്ടി പറഞ്ഞതാണ് കശ്മലൻ. അവന്തിക്ക് ആലോചിച്ചിട്ട് ഇനി എന്ത് കിട്ടാനാണ്? അവൾ നാഗലോകത്ത് ഒന്നിനെയും കെട്ടി ഹണിമൂൺ ആഘോഷിച്ചു ഇരിക്കുവാവും. എന്നാലും ഞാൻ കിസ്സടിച്ചപ്പോൾ അവനും തന്നെ വായിക്ക പറയാണ്ടിരുന്നേ. തല്ല് കിട്ടുന്ന പേടിച്ച് ഒന്നേ കൊടുത്തുള്ളൂ. ഷടാ, പ്രതികരിക്കാതിരുന്ന തക്കത്തിൽ 1-2 ഒക്കെ കൊടുക്കാമായിരുന്നു. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അമ്മ ഒരു കാര്യം പറയുന്നത്. ക്ലാസ് തുടങ്ങിയ വൈകുന്നേരത്തെ വരവ് ബസ്സിൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞാനൊരു സ്കൂട്ടിക്ക് ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് ചെന്നില്ലെങ്കിൽ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നത്രേ. സ്കൂട്ടിന്റെ ABCD പോലും അറിയാത്ത താനൊക്കെ വണ്ടി നോക്കാൻ പോകുന്നതിലേറെയും നല്ലത് വണ്ടി തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ്. നേരെ ഉണ്ണിയേട്ടനെ വിളിച്ചു. ആള് ബിസി. അടുത്ത കോൾ ആരവിനായിരുന്നു. സോറി ചേച്ചിക്കുട്ടി, ഞാൻ ഡ്യൂട്ടിയിലാണ്. അവൻ്റെ മെസ്സേജ് വന്നപ്പോഴാണ് സിജിൻ്റെ ചൊറുക്കുള്ള മോന്ത അവൾക്ക് ഓർമ്മ വന്നത്. വിളിക്കാൻ നമ്പർ മിസ്സായി. വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് അകത്ത് കയറി ഡ്രസ്സ് മാറി അവൾ അമ്മയോട് പറഞ്ഞ് പുറത്തിറങ്ങി. വല്ലതും കഴിച്ചിട്ടും പോ കുട്ടിയെ. അമ്മയാണ്. വേണ്ട അമ്മേ, അല്ലെങ്കിൽ വയറ് നിറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം നീ എന്താ കഴിച്ചത്? ഒരു കുമ്മ മാത്രം കഴിച്ചുള്ളൂ. അപ്പന് ഊർജം കൈ വന്നു. കുമ്മയോ? ഈ പെണ്ണിത് എന്തൊക്കെയാണ് പറയുന്നത്? ആ അമ്മേ, ഈ ബോണ്ടന്റെ ഒരുമാതിരി സാധനമാണത്. അമ്മ ഒന്നും മനസ്സിലാവാതെ ഗൗരിയെ നോക്കുമ്പോൾ അവളൊരു മൂളിപ്പാട്ടും പാടി നടന്ന് നീങ്ങിയിരുന്നു. ശിശിന്റെ വീടും തപ്പിപ്പിടിച്ച് ചെന്ന ഗൗരിനെ കണ്ട് അവൻ ശത്രുവിനെ കാണുമ്പോൾ ഒന്ന് തുറിച്ചു നോക്കി. എന്താടി ഇപ്പൊ ഇങ്ങോട്ടൊരു വരവ്? ഒന്നുമില്ലടാന്നും പറഞ്ഞ് അവന്റെ പുറത്ത് ഒരടി കൊടുക്കാൻ നിന്നതും തല്ലല്ലേന്ന് പറഞ്ഞ് ഷിജിൻ കൂകി വിളിച്ചു. മർമ്മം നോക്കി ഇരുട്ടടി കിട്ടിയടി. ആരാണ് നിന്നെ ഇരുട്ടടി ഇടിച്ചത്? ആ, അതൊന്നും കറക്റ്റ് ഓർമ്മയില്ല. നല്ലോണം എടുത്ത് പെരുമാറി. ഒരു 1.5 ഇടിയായിരുന്നു. ഇനി എനിക്ക് പെണ്ണ് കെട്ടാനൊന്നും കഴിയും തോന്നുന്നില്ല. അങ്ങനെ ഇടി കിട്ടിയോടാ? ആടി ഫൈറ്റിങ്ങിന് പോയിട്ടും ഇജ്ജാതിയിട്ടും കിട്ടിയിട്ടില്ല എൻ്റെ ഗൗരി. അപ്പോ എന്നാ സംഭവം നടന്നേ? ഗൗരി അവനടുത്തായിരുന്നു. അന്ന് നമ്മൾ കളക്ഷൻ പിരിച്ചില്ലേ? ഈ ഗ്രൗണ്ടിൽ കളി കണ്ടിരുന്ന വീട്ടിലേക്ക് വരാൻ കുറച്ച് വൈകി. ആ ക്രിസ്ത്യൻ പള്ളിൻ്റെ അടുത്ത് വെച്ച് ബൈക്ക് തടഞ്ഞു. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തലയ്ക്കൊന്നും പറ്റില്ല. എന്നിട്ട് നീ പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? നിനക്കെന്നെ വിളിച്ചൂടായിരുന്നു? നമുക്ക് ഒരുമിച്ച് പോവായിരുന്നില്ലേ? ഗൗരി അവരോട് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. ആ ബെസ്റ്റ്. ഗൗരിന്റെ കൂടെ ഇനി നിന്നെ കണ്ട കാല് വെട്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു? അതാരാ? നീ ആളെ കണ്ടില്ല? അപ്പോ
ഇല്ലടി, ഒരടിക്ക് തന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ കിടന്നുപോയി. ഒടുവിൽ നീ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കല്യാണ നിശ്ചയതൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വെറുതെ വിട്ടത്. എന്നും രാവിലെ ഒഴിയാൻ ആള് വരും, ഞാനൊന്നും ചോദിക്കാറുമില്ല, അവരൊന്നും പറയാറുമില്ല. ഇപ്പൊ ഏകദേശം സുഖമായി വന്നു. നിന്നെ സ്നേഹിക്കുന്ന ഗന്ധർവനാണെന്ന് തോന്നുന്നു. ഒന്ന് പോടാ. എന്നിട്ട് ജോലിയൊക്കെ പോയില്ലേ? ഞാൻ കാരണം നിനക്ക് വേദനയായോടാ. ഈ തങ്കപ്പെട്ട ചെക്കിന് ആരെങ്ങനെ ചെയ്ത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ ശ്രദ്ധിച്ചോ. ആനയുടെ അടിയിൽ ഉറുമ്പ് കുടുങ്ങിയ കഥ കേട്ടിട്ടുണ്ട് ചെയ്യും. ഏതാണ്ട് ആ അവസ്ഥയാവും നിനക്കും. ഷോൾഡറിൽ ചെറിയൊരു മുറിവുണ്ട് ഉണങ്ങാൻ, അത് മാറിയ കൈവേദനക്കുറി എന്ന വൈദ്യര് പറഞ്ഞത്. അവന്റെ മുറിവ് നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോഴാണ് അവന്റെ പുറത്ത് പതിഞ്ഞ അടയാളം അവൻ കാണുന്നത്. കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ വീണ്ടും അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഈ മുദ്ര ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ വിട്ടു നിന്നുകൊണ്ടവൾ ആ മുദ്ര കണ്ടത് ഓർത്തെടുത്തു. നീ എന്താ ചിന്തിച്ചു നിൽക്കുന്നത്? ഷജിൻ വൈക്ലഭ്യത്തോട് അവളോട് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ പിന്നത്തേലും കൊണ്ട് വരാട്ടോ. അത് നീ തന്നെ കയ്യിൽ വെച്ചോ, ചിലപ്പോൾ ഉപകാരമാവും. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇച്ചിരി സാമൂഹികകലം പാലിക്കുന്ന ശരീരത്തിന് നല്ലതാണ്. അവനോട് യാത്ര പറഞ്ഞപ്പോൾ ഗൗരിയുടെ ചിന്ത മുഴുവനും ശിശിന്റെ പുറത്ത് കണ്ട പാടിലായിരുന്നു. ദേവിന്റെ കയ്യിൽ ഇതേ മുദ്ര പതിപ്പിച്ച മോതിരം താൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവാണോ ശിശിനെ ഉപദ്രവിച്ചത്? പക്ഷെ ദേവേന്ദ്ര ശിശിനെ എൻ്റെ പേരും പറഞ്ഞ് തല്ലിയത് ഇനി എന്നോടുള്ള ദേഷ്യത്തിന് എന്നെ ശിശിനെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചെയ്തതാവും. പുറത്തേക്ക് റിങ്ങിന്റെ അടയാളം വരണമെങ്കിൽ പാവം ശിശു നല്ലോണം കെട്ടിയിട്ടുണ്ടാവും. ഉത്തരം കിട്ടാതെ കുറേയേറെ ചോദ്യങ്ങളുമായാണ് ഗൗരി വീട്ടിലേക്ക് കയറി ചെന്നത്. കമ്പനിയിൽ ചെല്ലാനോ വണ്ടി നോക്കാനൊന്നും അവൾക്ക് തോന്നിയില്ല. പതിവായി ചെന്നിരിക്കാനുള്ള പാലത്തിൽ ചെന്നിരുന്നു. എന്തൊക്കെയാണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? സ്വയം കഴിക്കുകയുമില്ല, മറ്റുള്ളവരെ കഴിപ്പിക്കത്തുമില്ല എന്ന നയമാണോ ദേവിൻ്റേത്? ഒന്നങ്ങോട്ട് കത്തുന്നില്ലല്ലോ. കുറെ സമയം സന്ധ്യാക്കാറ്റേറ്റ് അവൾ അവിടെ ഇരുന്നു. മനസ്സെന്തെന്നറിയാതെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു. ആരോടേലും ഒന്നും മനസ്സ് തുറന്നില്ലെങ്കിൽ താൻ ഭ്രാന്തിയായി പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. അന്ന് രാത്രി തന്നെ അവൾക്കുള്ള സ്കൂട്ടിയുമായി ആരവും ഉണ്ണിയും എത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും മറ്റുമായി അവർ അവളുടെ വീട്ടിൽ കൂടി. ഇതിനിടെ ശിവയെ വായി നോക്കാൻ ഇടയ്ക്കിടെ ആരവിനെയും കൊണ്ട് ഇല്ലത്തേക്കും ഉണ്ണിപ്പോയി. കാലുവെട്ടുമെന്ന ഭീഷണി നിലനിൽക്കുന്ന കൊണ്ട് ഗൗരി റിസ്ക് എടുക്കാൻ നിന്നില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഗൗരി സ്കൂട്ടി പഠിച്ചെടുത്തു. 1-2 തവണ കയ്യിലും കാലും സ്ക്രാച്ച് വീണെങ്കിലും അവൾ അടിപൊളിയായി വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അമ്പലത്തിൽ നിന്നും ശിവയെ കാണും, ഇല്ലെങ്കിൽ ഫോൺ കോളിലുമായി ഇരുവരും വിശേഷങ്ങൾ പങ്കിട്ടു. വേനലവധി കഴിഞ്ഞ് ഗൗരി സ്കൂളിൽ പോയി തുടങ്ങി. പുതിയ അനുഭവങ്ങൾ, മികച്ച ക്ലാസ് മുറി, ഫ്രണ്ട്ലിയായ സഹപ്രവർത്തകർ, അതിലേറെ മിടുക്കന്മാരായ കുട്ടികൾ. ചുരുക്കി പറഞ്ഞ് അവൾക്ക് അധ്യാപനം എന്ന ജോലിയുടെ ആത്മാർത്ഥം എന്ന് തോന്നി തുടങ്ങി. രാവിലെ ട്യൂഷന് കുട്ടികൾ കൂടിയാൽ കവലയിലെ ഒരു മുറി വാടകയ്ക്കെടുത്ത് അവൾ ക്ലാസ് അങ്ങോട്ടാക്കി. ക്ലബിലെ പയ്യന്മാരൊക്കെ അവൾ ഒരുപാട് സഹായിച്ചിരുന്നു. കൂടുതൽ സമയം പഠിപ്പിച്ച് കുറഞ്ഞ ഫീസ് വാങ്ങി അവൾ മാതൃക കാണിച്ചു. അതുകൊണ്ട് കുറേ കുട്ടികൾ അവളുടെ കീഴിൽ വന്ന് പഠിച്ചു. നാട്ടിലെ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നവർക്ക് അവളൊരു വെല്ലുവിളിയായി തീർന്നു. 2 മണിക്കൂർ കണക്കാക്കി ക്ലാസ് എടുത്ത് ഫീസ് കറക്റ്റായി വാങ്ങിയിരുന്നു. അതിനാൽ തന്നെ അവളെ കാണുമ്പോൾ അവർ ദേഷ്യത്തോട് നോക്കും. രാവിലെ ട്യൂഷൻ ക്ലാസ്സിന് പോകുമ്പോൾ ജോഗിങ് കഴിഞ്ഞ് മടങ്ങി വരുന്ന നമ്മളെ ചുള്ളനെ ഗൗരി സ്ഥിരമായി കാണാറുണ്ട്. 2 പേർ ഇടങ്ങണിട്ടൊന്ന് നോക്കുമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായി സ്കൂട്ടറിൽ പാറി വരുന്ന ഗൗരിയെ കണ്ട് ദേവ് കിളി പോയവനെ പോലെ ഒന്ന് നോക്കി നിന്നു. ഇത്ര വേഗം ഇവൾ പഠിച്ചെടുത്തോ? കയ്യോ കാലോ മുറിയുമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാവരും ഗൗരി മുത്താണ്. അവളെ കാണുമ്പോഴേക്ക് ഒരു പുഞ്ചിരി അവൻ്റെ ഉള്ളിലും പിരിയുന്നുണ്ടെങ്കിലും അവനത് പുറത്തേക്ക് കാണിക്കാറില്ലേ. പക്ഷെ ഡെയിലി ഗൗരി മൈൻഡാക്കാണ്ട് പോകുന്ന കണ്ട് അവനൊരു കുശുമ്പ് പൊട്ടി മുളച്ചു തുടങ്ങി. കലിയോടന്ന് ജോഗിങ് കഴിഞ്ഞ് വന്ന ദേവ് ശിവയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വല്ലപ്പോഴും നോക്കിയെന്ന് വിചാരിച്ചേ ആകാശം ഇടിഞ്ഞു വീയെന്ന് ചോദിച്ചപ്പോൾ അവൾ എടുത്തിടിച്ച പോലെ പറയാണ്, വല്ലപ്പോഴും അങ്ങോട്ടൊന്ന് നോക്കണമെന്ന്. ഞാനിപ്പോൾ എന്തിനാ ഇത് അവളോട് പറഞ്ഞത്? നാളെ ഷുവറായിട്ടും അവളെ നോക്കി പഞ്ചാരി അടിക്കണം. ആ പെണ്ണ് അങ്ങനെയും ഒന്ന് തിരിച്ചു നോക്കിയാലോ? ജാളിതയോടെ അവിടെ നിന്ന് റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ ചിന്തിച്ചു. പിറ്റേ നേരത്തെ ജോഗിങ് മതിയാക്കി ദേവ് സ്ഥിരം കാണുന്ന സ്ഥലത്തേക്ക് വന്നു. ജോഗിങ് വേഷത്തിൽ പോസ്റ്റിന് ചുവട്ടിൽ കട്ട പോസ്റ്റായി നിൽക്കുന്ന ദേവിനെ കണ്ട് നാട്ടുകാർക്ക് കാര്യം അന്വേഷിച്ചു. അവരെ നൈസായി ഒഴിവാക്കി ചെക്കൻ തന്റെ പ്രണയിനിയെ കാത്തു നിൽക്കുകയാണ്. മക്കളെ, മണിക്കുട്ടി വെരി ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു. പിന്നാണ് ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. ഇന്ന് സൺഡേ ആണല്ലേ എന്ന്. ഒടുവിൽ ചൊറിയും കുത്തി വീട്ടിലേക്ക് നടക്കുമ്പോൾ ദേവിന് നിരാശ കാമുകന്റെ ഭാവമായിരുന്നു. മാനസമൈനേ വരൂ